നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കിയാലോ. ഇന്നത്തെ ഫീലിങ്സ് കേട്ടോ. നമസ്കാരം. എംപ്രസ്, വെരി ഗുഡ്. 9 of Cups, 4 of Pentacles, Knight of Pentacles, 4 of Wands, good. 3 of Cups, 3 of Wands, ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് കേട്ടോ. 4 of Cups, Justice. ഓക്കെ, നിങ്ങളവരുടെ ലൈഫിൽ എംപ്രസ് സാന്നിധ്യമാണ് എന്ന് തന്നെ അവർ കരുതുന്നു. അറിയാലോ എംപ്രസിൻ്റേതാണ്. നിങ്ങൾ എന്താ പറയുക, ഫൺ ടു ബി വിത്ത് പേഴ്സൺ ആണ്. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ പേഴ്സണാലിറ്റി എല്ലാം തന്നെ ഇവരെ ഒരുപാട് ആകർഷിക്കുന്നു എന്നാണ്. ബഹുമാനവും തോന്നുന്നുണ്ട് അവർക്ക് കേട്ടോ. അങ്ങനെയാണ് നിങ്ങളുടെ മുഖം, എന്താ പറയുക, ചന്ദ്രനെ ഓർമ്മിപ്പിക്കും അവർക്ക്. അങ്ങനെ 9 of Cups വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. അവർക്ക് ലൈഫിൽ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് എപ്പോഴും ഉണ്ട്. നിങ്ങളും കൂടി വരുമ്പോഴേ അവരുടെ ലൈഫ് 100% ആവുന്നുള്ളൂ എന്നവർ കരുതുന്നുണ്ട്. 4 of Pentacles വെച്ച് നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണുമ്പോൾ ചേർത്ത് പിടിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, 4 of Cups വെച്ച് വളരെയധികം മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടായിരിക്കാം നിങ്ങളെ വളരെയധികം മിസ്സിങ് എനർജിയിൽ നിങ്ങളെ ഓർത്തിരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും എത്ര കഷ്ടപ്പാടുകൾ സഹിക്കാനും അവർ തയ്യാറാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 4 of Wands വെച്ച് നിങ്ങൾ അവരുടെ നിങ്ങളെ കാണുന്ന ദിവസം അവർക്ക് ലക്കി ഡേ ആണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. വീണ്ടും 4 of Wands 11 കാർഡാണ് അല്ലേ, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, അതൊരു ലവ് പ്രപ്പോസൽ ആവട്ടെ, ഒരു മാരേജ് പ്രപ്പോസൽ ആവട്ടെ, ഒരു എൻഗേജ്മെൻ്റ് ആവട്ടെ, എന്തോ ഒന്ന് അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 3 of Cups വെച്ച് നിങ്ങളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഒരു നിങ്ങളെ കാണണം, കുറച്ച് നേരം സംസാരിക്കണം, മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, മറ്റ് ചിലർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ന്യായപ്രകാരം അവരെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. വീണ്ടും 3 of Wandsഉം നമുക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോടെ പറയേണ്ടി വരും. ഓക്കെ, പക്ഷേ അവർ നിങ്ങളെ പ്രതി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നു.